ഹായ്, ഹലോ, ഹൗ ആർ യു? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ച ഒരു വാട്സപ്പ് മെസ്സേജിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വിഷമമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലവ് ലൈഫിൽ എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇതിന് ഒരു പക്ഷേ കണക്ഷൻ ഉണ്ടാവാം. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ പലരും അല്ലെങ്കിൽ നമ്മൾ പലരും അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം ആ മെസ്സേജ്. എൻ്റെ ഭാര്യ എന്നോട് നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമാണോ എന്നുള്ള ചോദ്യം. എത്ര പറഞ്ഞാലും അവൾ പിന്നെയും ആവർത്തിക്കും. ചിലപ്പോൾ ഒരു കാര്യവുമില്ലാതെ അടികൂടും, പിണങ്ങും. എൻ്റെ വായിൽ നിന്ന് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന വാക്ക് വന്നാലേ അവൾക്ക് സമാധാനം ആകൂ. എന്തുകൊണ്ടാണ് എൻ്റെ സ്നേഹത്തെ ഇങ്ങനെ സംശയിക്കുന്നത്? തൻ്റെ സ്നേഹത്തെ സംശയിക്കുന്നു. എത്ര സ്നേഹിച്ചിട്ടും വിശ്വാസം വരുന്നില്ല. പിന്നെയും ചോദിക്കുന്നു ഇഷ്ടമാണോ എന്ന്. ഇങ്ങനെ ഒരു റീഅഷുറൻസ് സീക്കിങ് റിലേഷൻഷിപ്പിൽ ഇതിനൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ മെസ്സേജിൽ വായിച്ച് കേട്ടത്. ഇത് ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് റിലേഷൻഷിപ്പിൽ. പാർട്ണറെ എത്ര കാര്യമായിട്ട് കെയർ ചെയ്താലും പിന്നെയും തോന്നുന്നു സ്നേഹിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ ചോദിക്കുന്നു, നമുക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ വരും. അതുപോലെ ചിലപ്പോൾ ചോദിക്കുന്നു, ശരിക്കും എന്നെ ഇഷ്ടമാണോ? കുറവുണ്ടോ എനിക്കിഷ്ടം, എന്നോടുള്ള ഇഷ്ടം? ഇങ്ങനെ ഇഷ്ടത്തെ ഒരുപക്ഷെ കമ്പയർ ചെയ്യുന്ന ഒരു ടെൻഡൻസി വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാം, ഇത് എന്തൊരു കഷ്ടമാണ്, ഇത്രയ്ക്ക് കാര്യമായിട്ട് സ്നേഹിച്ചിട്ട് ഇവൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ തോന്നാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങളിവിടെ ഇറിറ്റേറ്റഡ് ആകുകയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ പാർട്ണറെ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. 2-3 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക, ഇങ്ങനെ തോന്നാനുള്ള കാരണങ്ങൾ. എല്ലാ കാരണവും ഇവിടെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നതിന് അവരുടെ മാനസികാവസ്ഥയിലുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. അത് വേറെ കാരണങ്ങളൊക്കെയാണ്, പാത്തോളജിക്കൽ റീസൺസ് ആണ്. പക്ഷേ ഞാനിവിടെ കോമണായി വരാവുന്ന ചില കാരണങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഒരു കാരണം ഓവർ തിങ്കിങ് ആൻഡ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. ഓക്കെ, എന്താണ് ഇത് രണ്ടും? പൊതുവെ പലരും ഓവർ തിങ്കിങ് ഉള്ളവരാണ്. ആവശ്യമില്ലാത്ത കാര്യത്തെപ്പറ്റി പോലും ഓവറായിട്ട് ചിന്തിക്കുക. കുഞ്ഞൊരു കാര്യത്തെ കണ്ടുപിടിച്ച് ചിലപ്പോൾ കമ്പയർ ചെയ്ത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്തൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് കൂട്ടി അതിനെപ്പറ്റി ഓവറായിട്ട് ചിന്തിച്ച് അതിൻ്റെ ചുറ്റും കടന്ന് ചിന്തിച്ച് ഇങ്ങനെ ഓവർ തിങ്കിങ് ഉള്ളവർ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ കൂടെ കണക്റ്റഡായി നിൽക്കുന്ന കാര്യമാണ് ഇൻസെക്യൂരിറ്റി. ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇൻസെക്യൂരിറ്റി ഉണ്ടാവാം. അവരുടെ ജീവിതം എന്താവും, അവരുടെ ബന്ധം, അവരോടുള്ള സ്നേഹം എപ്പോഴെങ്കിലും കട്ടായി പോകുമോ, അങ്ങനെയുള്ള ഒരു ഇൻസെക്യൂരിറ്റി. ഇതിന് പല കാരണങ്ങളുണ്ടാവും. ചെറുപ്പത്തിലുണ്ടായ ചില ട്രോമകളുണ്ടാവാം, ചിലപ്പോൾ ലവ് ലൈഫ് തന്നെ പഴയ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് കേട്ടിട്ടുണ്ടാവാം ഇങ്ങനെ റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന്. അത് പൊതുവേ കുറച്ച് ആങ്ഷ്യസ് ആയ ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ചില കഥകളൊക്കെ ഇവരെ കൂടുതൽ പേടിപ്പിക്കും. ഇങ്ങനെ ഇൻസെക്യൂരിറ്റിയും ഓവർ തിങ്കിങ്ങും ഒക്കെ ഇതിനൊരു കാരണമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ആണ്. അത് വ്യക്തിത്വത്തിൽ വരാവുന്ന ഒരു ട്രെയ്റ്റാണ്, ഒരു പ്രശ്നമാണ്, ഒരു പ്രത്യേകതയാണ്. ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. പലതരം പേടികളുണ്ടല്ലേ, പലതരം ആങ്സൈറ്റികളല്ലേ. ചില ആൾക്കാർക്ക് ഫോബിയാണ്, ചില ആൾക്കാർക്ക് പൊതുവേ എല്ലാത്തിനോടും പേടിയാണ്. ഇങ്ങനെ പലതരം പേടികളുണ്ട്. അപ്പോൾ ഇതിൽ വരാവുന്ന ഒരു തരം പേടിയാണ് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. എന്താ ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും തോന്നുകയാണ് എന്നെ ഉപേക്ഷിച്ച് കളയോ, എന്നോട് സ്നേഹം കുറഞ്ഞു പോകുമോ, ഇങ്ങനെ ഒരു പേടി വരികയാണ്. സെപ്പറേറ്റ് ചെയ്യുമോ, ഞാൻ അബാൻഡൻഡായി പോവുമോ, അവഗണിക്കപ്പെട്ടു പോവുമോ, ഉപേക്ഷിക്കപ്പെട്ടു പോകുമോ, ഇങ്ങനെയുള്ള ഭയം. ഇത് വ്യക്തിത്വത്തിൽ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു റീസൺ. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു ലവ് ലാംഗ്വേജ് അങ്ങ് മാച്ച് ആവുന്നില്ല. നിങ്ങളുടെ പാർട്ട്ണർക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷനും നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും തമ്മിൽ അങ്ങോട്ട് മാച്ചാവുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷനുള്ള വ്യത്യാസമാവാം, കൾച്ചറിലുള്ള ചില വ്യത്യാസങ്ങളാവാം, വ്യക്തിത്വത്തിലുള്ള ഡിഫറൻസ് ആവാം. അങ്ങനെ പല കാരണം കൊണ്ട് ഇങ്ങനെയൊരു ഇമോഷണൽ നീഡ് അതൊരു ഗ്യാപ്പ് ഉണ്ടാവാം. അതായിരിക്കാം മറ്റൊരു കാരണം. ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ്. നിങ്ങളുടെ പാർട്ണറെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങൾ ആ പാർട്ണറോട് അവർ പറയുന്നതിനെ
നിങ്ങൾ പേഴ്സണലൈസ് ചെയ്യരുത്. അത് നിങ്ങളൊരു പക്ഷേ എന്തെങ്കിലും കുഴപ്പം കാണിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്ര സ്നേഹിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇവളെന്താ ഇങ്ങനെ നമ്മൾ പേഴ്സണലൈസ് ചെയ്യരുത്. മറിച്ച് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എമ്പതൈസ് ചെയ്യണം. അവരെ മനസ്സിലാക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നത്? അവരവിടെ പറയുന്നത് ആ വാക്കുകൾ വഴി അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ വിഷമമാണ്, അവരുടെ ബുദ്ധിമുട്ടാണ്, അവരുടെ ആങ്സൈറ്റിയാണ്. അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരെ എമ്പതൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് റിലേഷൻഷിപ്പിൽ വല്ലാതെ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തെറപ്പി എടുക്കുന്നത് വളരെ നല്ലതാണ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല തെറപ്പിസ്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇത് കാരണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്, നിങ്ങൾ വാക്കുകൾ വഴി മാത്രമല്ല നിങ്ങളുടെ പ്രവൃത്തി വഴി അവരിൽ ആ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക. ഇതൊരു തരം ഉള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ കൊണ്ടും ആവാം. അപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം വഴി, നിങ്ങളുടെ സ്നേഹം വഴി, ഇല്ല ഞാൻ ഉണ്ടാവും, എന്നും ഉണ്ടാവും, ആ ഒരു സേഫ്റ്റി കൊടുക്കുന്ന തരത്തിൽ നിങ്ങൾ ഒരു സോഫ്റ്റായി സ്നേഹത്തോടെ ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ട്രസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ചൂടാവുകയൊന്നും ചെയ്യരുത്. ഇന്നലെ ഞാൻ പറഞ്ഞതാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്, എല്ലാ ദിവസവും ഇത് പറയണോ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടാകുകയുള്ളൂ. അവരോട് മോശമായിട്ട് ഭയങ്കര ഹാർഡായി പരുഷമായിട്ട് പെരുമാറുകയല്ല ചെയ്യേണ്ടത്. അവരെ മനസ്സിലാക്കി ആ ഒരു നല്ല രീതിയിൽ ഒന്ന് പെരുമാറുക. ആ സ്നേഹം വഴി അവർ കുറച്ചും കൂടെ ട്രസ്റ്റ് വരും. ഏതായാലും ഇത് നന്നായിട്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ്. കുറച്ച് സമയമെടുത്താലും നമുക്കിതിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. എമ്പതിയോടെ അപ്രോച്ച് ചെയ്താൽ, അതുപോലെ തെറപ്പി എടുക്കുന്നതും വളരെ നല്ല കാര്യമാണ്. ഓക്കെ, ബൈ.